അല്ലേ, ഇത്രയും നേരമായിട്ട് ഈ പെണ്ണ് എണീറ്റില്ലേ? ഓ, നേരം വെളുത്ത് തമ്പുരാട്ടി അറിഞ്ഞു കാണത്തില്ലായിരിക്കും. മനുഷ്യനിച്ച് ചായ കുടിക്കാനായിട്ടൊരു എണീറ്റ് വന്നതാ. മുടിയാനായിട്ട് ഇവിടെ എന്നീ വീട്ടകത്ത് കാലു കുത്തിയോ അന്ന് മുതൽ ഈ വീട്ടകത്ത് ഇടങ്ങിയറ കിടത്തി ഉറക്കാം ഞാനിപ്പോൾ. റസിയ, 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 ഒന്ന് എണീറ്റ് അങ്ങോട്ടെന്ന്. നേരം വെളുത്ത് ഉച്ചയാറായാലോ, എന്തൊരു ഉറക്കമായത്. ഇങ്ങോട്ടൊന്ന് എണീറ്റേ. എന്താണുമ്മ? അയ്യോ, ഒന്നുമില്ല. തമ്പുരാട്ടിയെ കാണാഞ്ഞിട്ടൊന്ന് വിളിച്ചുണർത്തിയായിരുന്നു. അല്ല, നേരം വെളുത്ത് നീ അറിഞ്ഞില്ലേ? നേരം വെളുത്ത് എന്തെല്ലാം പണികളാണ് വീട്ടിനകത്ത്. ഞാൻ എത്ര നേരം പറയും ഈ എണീറ്റിട്ട് അവിടെ ചായ കുടിക്കാൻ തോന്നി തലവേദന എടുത്തിട്ട് വയ്യ. പോയി നീ മതി കിടന്നുറങ്ങിയത്. അത് ഉറക്കം തന്നെ ഉറക്കം. പോയി രാവിലത്തെ പണികളൊക്കെ നോക്കിയല്ലേ, ചെല്ലി പോയി ഒരിക്കലും ചായ ഇട്ടോണ്ട് വാ. ആദ്യം എനിക്ക് ചായ ഇട്ടുണ്ട്, എനിക്ക് തല വേദന എടുത്തിട്ട് വയ്യ എനിക്ക്. അങ്ങ് ഉറക്കം. ഇന്ന് ഞായറാഴ്ച അല്ലേ അമ്മ, താമസിച്ച് എണീറ്റാൽ മതിയല്ലോ. ഇന്ന് ആർക്കും എങ്ങും പോകണ്ടല്ലോ. ബാക്കി എല്ലാ ദിവസങ്ങളും എണീറ്റ് ഞാൻ പണികളെല്ലാം ഈ സമയം തീർക്കുന്നില്ലേ. ഇന്ന് അതുകൊണ്ട് വെച്ചിട്ട് കിടക്കുന്നത്. എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യാം, നമുക്കിനി എല്ലാ ഞായറാഴ്ചയും ഉണ്ടല്ലോ അടുക്കളയ്ക്ക് അങ്ങ് അവധി കൊടുക്കാം. എന്നിട്ട് ആരും അന്നത്തെ ദിവസം കഴിക്കാൻ വേണ്ട, കുടിക്കാൻ വേണ്ട, അങ്ങ് കിടന്നങ്ങ് ഉറങ്ങാം. ഞായറാഴ്ചയല്ലയോ, ഒന്നും ചെയ്യണ്ടല്ലോ. ഞായറാഴ്ച എന്താണ് ഞായറാഴ്ചക്ക് പ്രത്യേകത? അവനിക്കിന്ന് ജോലിക്ക് പോകണ്ടെന്ന് മാത്രമല്ലേ ഉള്ളൂ. എല്ലാവരും പണ്ടത്തെ എല്ലാ ദിവസങ്ങളും പോലെ എല്ലാ ദിവസങ്ങളും തിന്നുകയും വേണം, കുടിക്കുകയും വേണം, എല്ലാം ചെയ്യണം. ആണല്ലോ. അത് നീയായിട്ടൊരു പ്രത്യേക മാറ്റമൊന്നും ഉണ്ടാക്കണ്ട. പോയി നീ എന്നും ചെയ്യുന്ന പോലെയൊക്കെ തന്നെ പോയി രാവിലത്തേക്ക് വല്ല കഴിക്കാനോ ഒക്കെ എല്ലാം ഉണ്ടാക്കും. ചെല്ല്, എനിക്ക് രാവിലെ വല്ലതും കഴിച്ചിട്ടേ കുളിയെ കഴിക്കേണ്ടതാ. ഓ, ഞായറാഴ്ചയായിട്ട് ഉറങ്ങാനായിട്ട് ഇവഹന്ത് എന്നീ കിട്ടാത്ത കയറിയോ? മുടിമത്തരം അല്ലാതെ ഒന്നുമില്ല. എന്നെ കൊണ്ടൊന്ന് പറയിപ്പിക്കരുത്. നമുക്കിപ്പോൾ എന്താ വേണ്ടത്? ചായയല്ലേ, ഞാനിപ്പോൾ ഇട്ട് തരാം രാവിലെ തന്നെ. അങ്ങ് സുഖിച്ചങ്ങ് പോയി അങ്ങ് പെണ്ണങ്ങ് ഇവിടെ വന്നതിന് ശേഷം അവളെ പറഞ്ഞ കാര്യമില്ല. എൻ്റെ കൊള്ളാത്തൊരു മൂന്നുണ്ടായി പോയി. അവനാണല്ലോ ഇതിനൊക്കെ വളം വെച്ച് കൊടുക്കുന്നത്. പെൺകൊന്ത എന്തൊക്കെയാണോ ഇനി. ഇന്ന് രാവിലെ എന്തുവാണോ ഇനി കഴിക്കാനുണ്ടാക്കുന്നത്? ഇഡ്ഡലി സാമ്പാറുമോ? ഓ, ഇന്ന് ഇത് കണക്കെ തന്നെയാണോ? ഇന്നലെ ദോശയും സാമ്പാർ, ഇന്ന് ഇഡ്ഡലി സാമ്പാർ. അല്ല കൊച്ച, ഞാനൊരു കഞ്ചിക്കട്ടെ, എനിക്ക് വേറൊന്നും ഉണ്ടാക്കാൻ അറിയത്തുള്ളൂ. ഇത് തന്നെയാണോ ഡെയിലി ദോശ ഉണ്ടാക്കിയത്? പക്ഷെ വാ വെറുപ്പിച്ച് വെച്ചിരിക്കും. ഇന്നലത്തെ മാവിരിപ്പുണ്ടായിരുന്നു ബാക്കി, അപ്പൊ അത് എടുത്ത് ചൂടാന്ന് വിചാരിച്ചിട്ടായിരുന്നു. ഓ, ഇന്നലത്തെ മാവ് നീ എന്തിനാ ഈ 2-3 ദിവസത്തേക്ക് ഇടുന്നത്? ഒരു ദിവസത്തേക്ക് വേണ്ടി ഇട്ടാൽ പോരെ ഇത്? ഇന്നലെ കഴിച്ചാൽ ഇന്നും കഴിക്കണം. ഈ ദോശയാണെങ്കിലും ഇഡ്ഡലി ആണെങ്കിലും ഒരു ടേസ്റ്റ് തന്നെയല്ലേ ഉള്ളൂ. ഓ, അതെങ്ങനെ ബാക്കി രുചിയായിട്ട് വല്ലതും കഴിക്കാനും പറ്റും? എന്തെങ്കിലുമൊക്കെ ആക്കി കൂട്ടി അങ്ങ് വെക്കും, എന്നിട്ട് അങ്ങോട്ട് ഒരു ഫോണും പിടിച്ചിട്ടില്ല കട്ടിലോട്ട് പോയി കിടത്തവാ. എന്തെങ്കിലുമൊക്കെ കാട്ടി കൂട്ടിയാൽ മതിയല്ലോ. പിന്നെ ഒരു ഭർത്താവ് എന്ന് പറഞ്ഞൊരു വരം കൂടനുണ്ട്. എന്തോ ഉണ്ടാക്കിയാലും ഒന്നും മിണ്ടാതെ വിഴുങ്ങിക്കോളൂ അവന് വന്നു. അതുകൊണ്ട് അവക്കെന്താ? അവക്കാരെയാണ് പേടിയുള്ളത്? ഞാനും ഒന്നും മിണ്ടാതെ ഇരുന്നത് ഞാനും കഴിച്ചോണ്ട് പൊക്കോളൂല്ലോ. എന്തെങ്കിലും മര്യാദയ്ക്ക് ഉണ്ടാക്കാൻ അറിയോ? അതുമില്ല. എന്തോ വല്ലാത്ത വിധി തന്നെ ഇതൊന്നും. എന്നും ഇത് തന്നെ ജോലി. ദോശയും സാമ്പാർ, ഇഡ്ഡലിയും സാമ്പാർ, അല്ലെങ്കിൽ ഉപ്പുമാവ്. ഇതൊക്കെ തന്നെയാണ് അവൾക്ക് ഉണ്ടാക്കാൻ അറിയാൻ പറ്റുന്നത്. ഓഹ്, ആണ്ടി, ഇന്നല്ലേ എനിക്ക് വീട്ടിൽ പോകണമെന്ന് പറഞ്ഞത്. ഇന്നെന്തായാലും വീട്ടിൽ പോകാം. ഇന്നെനിക്ക് വേറെ പ്രത്യേകിച്ച് പരിപാടികളൊന്നുമില്ല. നമുക്കൊരു ഉച്ച കഴിയുമ്പോഴത്തേക്ക് വേണമെന്ന് പോയിച്ചു വരാം. ഇന്നല്ലേ പോവാ. അതെ, ഇക്കായ്ക്ക് ഒഴിവുള്ളപ്പോഴല്ലേ പോകാൻ പറ്റത്തുള്ളൂ. ഞാനിന്ന് പറഞ്ഞായിരുന്നു ഞായറാഴ്ച ചിലപ്പം വരാമെന്നാണ് പറഞ്ഞത്. എന്നാ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ. നീ ഇപ്പോൾ ഒരു കാര്യം ചെയ്യും, ഇവിടുത്തെ ജോലികളെല്ലാം ഒന്ന് ഒതുക്ക്, എന്നിട്ട് നമുക്ക് പോയിട്ട് വരാം. ഇന്ന് തന്നെ പോയിട്ട് വരാം, ഇനി അത് മാറ്റി വെക്കണ്ട കേട്ടാ. ചെല്ലു. എടാ, നീ അവിടെ നിന്നേ. എനിക്ക് നിന്റെ ഭാര്യയുടെ വീട്ടിൽ പോകാനും ഒക്കെ നിനക്ക് സമയമുണ്ട്.
നിന്റെ പെങ്ങളുണ്ടല്ലോ, നിന്റെ പെങ്ങളുടെ വീട്ടിൽ നീ പോകാറുണ്ടോ? എത്ര നാളാണ് നീ നിന്റെ പെങ്ങളുടെ വീട്ടിൽ പോയിട്ട്? നിന്റെ പെങ്ങളെയും നിന്റെ പെങ്ങളുടെ മക്കളെയൊക്കെ ഒന്ന് കണ്ടിട്ട് അവൾ എപ്പോഴെങ്കിലും ഇങ്ങോട്ട് വന്നാൽ എനിക്ക് കാണാം, നീയും കാണും. അല്ലാതെ അങ്ങോട്ട് പോയൊരു കാണൽ എനിക്കില്ലല്ലോ, അതൊരു പതിവേ ഇല്ല. എൻ്റെ കണ്ണ് അടഞ്ഞാൽ പിന്നെ എൻ്റെ കൊച്ചിനെ തിരിഞ്ഞു നോക്കാൻ ആരുമില്ല. എനിക്ക് പിന്നെ നിൻ്റെ ഭാര്യയുടെ വീട്ടുകാരും ഉണ്ടല്ലോ, അവക്കാരുണ്ട്. ഭാര്യയുടെ വീട്ടിൽ പോകാൻ എന്തൊരു തുള്ളൽ. എന്നാൽ വല്ലപ്പോഴും ഞായറാഴ്ച അവിടെ വീട്ടിൽ പോകണമെന്നുള്ള ചിന്താഗതി എനിക്കില്ല. ഭാര്യ വീട്ടിൽ പോകാൻ അവൾക്ക് ഭയങ്കര ചിന്താഗതിയുണ്ട്, എനിക്ക് സമയമുണ്ട്. അവളെ ഒന്ന് വിളിക്കുക പോലും ചെയ്യത്തില്ല. ഭാര്യ വീട്ടിൽ പോകാനായിട്ട് അങ്ങ് പെട്ടെന്ന് ജോലി ഒതുക്കാനായിട്ട്. അയ്യോ, എന്നാ പിന്നെ ഒരു കാര്യം കൂടെ ചെയ്യാം. ഇവിടെ വീട്ടിൽ പോയിട്ട് ആ വഴി ഞാൻ അവിടെ വീട്ടിലോട്ട് കയറിട്ട് വരാം, പിള്ളേരെയും അവളെയൊക്കെ കണ്ടിട്ട് വരാം. എന്തായാലും പോകാതിരിക്കാൻ പറ്റത്തില്ല. ഇവിടെ ഉമ്മക്ക് സുഖമില്ല കിടക്കുമെന്ന് പറഞ്ഞിട്ട് പനിയും കണ്ടു കൂടി ഇൻഫെക്ഷനോ അതാണ്ടായിന്ന് പറയുന്നുണ്ട്. ഒന്ന് കണ്ടിട്ട് വരാം. എന്തായാലും ഞങ്ങൾ രണ്ടിടത്തും പോയിട്ട് വരാം. എന്താ പോരെ? അത് നീ അവളും കൂടെ പോയി കണ്ട എല്ലാം തൃപ്തിയാവും. എനിക്കെൻ്റെ മോളെ കാണണ്ടേ, എനിക്കെൻ്റെ കൊച്ചുമക്കളെ കാണണ്ടേ? അല്ലേ? ഞാനും എൻ്റെ പേരും കൂടി വീട്ടിൽ പോകുന്ന വഴിയങ്ങൾ പോകാമെന്ന്. അങ്ങനെ പോകണ്ട. എനിക്ക് എൻ്റെ മോളെയും കാണാം, എനിക്ക് എൻ്റെ കൊച്ചുമക്കളെയും കാണാം. എനിക്ക് ഭാര്യ വീട്ടിലൊക്കെ പിന്നെ പോകാം, അവിടെ ആരും ചാവാൻ കിടക്കുന്നില്ലല്ലോ. ഒരു നിസ്സാരപ്പെട്ടൊരു പനി തന്നെയല്ലേ ഉള്ളൂ, കുഴപ്പമൊന്നുമില്ല. അതുകൊണ്ട് ഞാൻ വരാം നിൻ്റെ കൂടെ. ഇപ്പം തന്നെ എൻ്റെ മോളെ വീട്ടിൽ പോകണം. എനിക്ക് പോയി വൈകുന്നേരമൊക്കെ ആകുമ്പോഴത്തേക്ക് വരാം. നീ ഇവിടുത്തെ ഉള്ള ജോലിയൊക്കെ ഒതുക്കിട്ട് നീ ഇവിടെ ഇരി. അല്ലെങ്കിൽ നീ ഫോൺ ചെയ്ത് നിൻ്റെ ഉമ്മാക്ക്. പനി തന്നെയല്ലേ ഉള്ളൂ, വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ. എന്നാ പിന്നെ അങ്ങനെ ആവട്ടെ. നമുക്ക് വേറെ ദിവസം പോകാം നിന്റെ വീട്ടിൽ. ഇപ്പോൾ ഞാനും ഉമ്മായും കൂടെ അവിടെ വരെ പോയിച്ചു തരാം. നീ തൽക്കാലം നമുക്ക് 2 ദിവസം കഴിയട്ടെ, എന്നിട്ട് പോകാം കേട്ടോ.